അസ്സലാമു സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പെസഹയല്ലേ, അപ്പം നമുക്ക് ഒരു പെസഹ അപ്പവും അതിന് കൂടെ കഴിക്കുന്ന പെസഹ പാലം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 1/4 കപ്പ് ഉഴുന്ന്, 1 കപ്പ് തന്നെ തേങ്ങയും, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയും, 2 അല്ലി വെളുത്തുള്ളിയും, ഇത്ര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം വെവ്വേറെ വേണമെങ്കിലും അരച്ചെടുക്കാം, ഉഴുന്നും പച്ചരി വേണമെങ്കിൽ ഒന്നിച്ചും അരച്ചെടുക്കാം, അത് നിങ്ങളുടെ സൗകര്യം പോലെ. ഇപ്പം ഞാൻ അരിയൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം നിങ്ങൾ അരച്ചെടുത്താൽ മതി, ഓവറായിട്ട് വെള്ളമായി പോകണ്ട. ഇതിപ്പോൾ ഞാൻ തേങ്ങയും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും, എൻ്റെ കൈമ്പിൽ ജീരകം വലുതുണ്ടായില്ല, ചെറിയ ജീരകമാണ്, കുമിൻ സീഡല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പൊടി ഇട്ടത്. നിങ്ങൾ പൊടി അല്ലെങ്കിൽ നിങ്ങൾ ആ തേങ്ങേൻ്റെ കൂടെ തന്നെ അരച്ചിട്ട് ചേർത്തോളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം കൂടി പോകേണ്ടത് ഈ ഒരു പാകം, ഇതാണ് കറക്റ്റ് പാകം, ഇത്ര തന്നെ മതിയാവും. വെള്ളം കൂടിപ്പോയാൽ ചിലപ്പോൾ നമുക്കിത് ശരിയായി കിട്ടണമെന്നില്ല, കുറഞ്ഞു പോയാൽ കട്ടി കൂടിപ്പോകും. ഞാനിതിപ്പോൾ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പുളിച്ചു പോകാൻ പാടില്ല, അതുകൊണ്ട് 2 മണിക്കൂറിന് മേലെ നിങ്ങൾ വെക്കണ്ട. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത്, ഇതെൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ, ചെറുത്, അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിൻ്റെ പകുതി മാത്രം നമ്മുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് വല്ല സ്റ്റീമറിലോ അപ്പച്ചമ്പലോ ഏതെങ്കിലും വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി, അപ്പോഴേക്കും അത് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്കുള്ള പാല് തയ്യാറാക്കാം. ഇത് ഞാൻ 1 കപ്പ് പാലിൻ്റെ 2ാം പാല് 2 കപ്പും, 1 കപ്പ് 1ാം പാലും, നല്ല കട്ടിയുള്ളതാണ് 1ാം പാല്, 1 സ്പൂൺ അരിപ്പൊടിയും, പച്ചരിപ്പൊടിയില്ലേ അത് തന്നെയാണ് അതും. ഇത് കുറച്ച് വെല്ലം ഉരുക്കി വെച്ചതാണ്, ശർക്കരയില്ലേ അത് ഉരുക്കിയെടുത്തതാണ്. എൻ്റെ അടുത്ത് ഉരുക്കിയതുണ്ടായിരുന്നു, 2 അച്ച് ശർക്കരയാണ് ഞാനത് ഉരുക്കിയെടുത്തത്. ഞാൻ ഉരുക്കി വെച്ചിരുന്നു, നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയതിലേക്ക് നമുക്ക് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ 2 കപ്പ് പാലെടുത്ത് വെച്ചില്ലേ, 2ാം പാല്, ആ പാലും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിള വരണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഞാൻ 1 സ്പൂണ് അരിപ്പൊടി എടുത്ത് വെച്ചില്ലേ, അതിലേക്ക് ആ 2ാം പാലിനെ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയൊന്നുമില്ലാതെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ട പിടിക്കാതെ ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വെക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളെൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിള വന്ന് ഇതൊന്ന് കുറുകി വരുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്നില്ലേ, ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1ാം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ 1ാം പാൽ, നല്ല തിക്കായ പാലാണ്, ഇതിൽ ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് പാലെടുത്ത് വെച്ചിരിക്കുന്നത്, ആ പാലും കൂടി നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇത് തിളപ്പിക്കാതെ നോക്കണം, തിള വരേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്കിതാ ഇതൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ട് നമുക്കൊന്ന് വെന്തോന്നൊന്ന് കുത്തി നോക്കാം. എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ഒരു കത്തിൻ്റെ തുമ്പോ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനതാ ഒരു തണുത്തതിന് ശേഷം, നന്നായിട്ട് തണുത്ത ശേഷം നിങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് ഇതിന്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇതൊന്ന് കട്ടാക്കി എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് കട്ട് ചെയ്തത്. നിങ്ങളും അങ്ങനെ തന്നെ ഇത് ആ പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ.
ഞാനിത് ഡിപ്പിലൊന്ന് മുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനത് അപ്പം തന്നെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഡിപ്പിൽ മുക്കി കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.